ഷാമ്പൂകൾ, സോപ്പുകൾ മുതലായവ വളരെ സമൃദ്ധമായിട്ട് ഡോഗ്സിന് ഉപയോഗിക്കാറുണ്ട്, ക്യാറ്റ്സിന് ഉപയോഗിക്കാറുണ്ട്. ഇതിൽ പലരും പല തെറ്റുകളും കാണിക്കാറുണ്ട്. ചിലർ ഹ്യൂമൻ സോപ്സ്, ഹ്യൂമൻ ഷാമ്പൂ ഒക്കെ ഡോഗിനും ക്യാറ്റിനും ഉപയോഗിക്കും, പ്രത്യേകിച്ച് ഡോഗ്സിന്. മുമ്പ് പറഞ്ഞു, ഡോഗ്സിൻ്റെയും ഹ്യൂമൻസിൻ്റെയും സ്കിന്ന് തമ്മിൽ ഏറ്റവും പ്രകടമായൊരു വ്യത്യാസം ഡോഗ്സിൻ്റെ സ്കിൻ സ്ലൈറ്റ്ലി ആൽക്കലൈനാണ്, അതുപോലെ ഹ്യൂമൻസിൻ്റെ സ്കിൻ സ്ലൈറ്റ്ലി ആസിഡിക്കാണ്. ഇത് തന്നെ മൂലകാരണം. ദിസ് ഈസ് ദ ബേസിക് കാസ്. ഈ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ഹ്യൂമൻ സോപ്സും ഹ്യൂമൻ ഷാമ്പുവും ഡോഗിന് ഉപയോഗിക്കാൻ പാടില്ല. ആ pH തന്നെ തെറ്റിപ്പോവും, അതിൻ്റെ സന്തുലിതാവസ്ഥ, ഈക്വിലിബ്രിയം പോവും, സ്കിന്നിൻ്റെ പുറത്തോട്ട് ഈക്വിലിബ്രിയം നഷ്ടപ്പെടും. അതോടുകൂടി സ്കിന്ന് ആൾട്ടേർഡായി മാറും. സ്കിന്നിൻ്റെ മുകളിലെ പാളി പൊളിഞ്ഞു പോകും, ഡെന്യൂഡേഷൻ, എപ്പിത്തീലിയൽ ഡെന്യൂഡേഷൻ ഉണ്ടാവും, ഡാൻഡ്രഫ് ഉണ്ടാവും, ചൊറിച്ചിലുണ്ടാവും. അങ്ങനെ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹ്യൂമൻ സ്കിന്നിന് സ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഹ്യൂമൻ ഷാമ്പൂയിലും ഹ്യൂമൻ സോപ്പിലും ഒക്കെ കാർബോളിക് ആസിഡ് അഥവാ ഫിനോൾ ചേർത്തിട്ടുണ്ട്. എന്നാൽ ഫിനോൾ ഡോഗ്സിൻ്റെ സ്കിന്നിന് ടോക്സിക്കാണ്, കാരണം ഡോഗ്സിൻ്റെ സ്കിൻ ആൽക്കലൈനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫിനോളിക് സോപ്പുകളൊന്നും, പ്രത്യേകിച്ച് ഒരുപാട് സോപ്പുകളുണ്ട്, ആ സോപ്പുകളൊന്നും, ഹ്യൂമൻ സോപ്പുകളൊന്നും നമുക്ക് ഡോഗ്സിന് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഷാമ്പൂവിൻ്റെ അകത്തും ഹ്യൂമൻ്റെ ആസിഡിക് സ്കിന്നിന് സ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള പല ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും ഡോഗ്സിന് ഉപയോഗിക്കാൻ പാടില്ല. ഇത് പലരും കമ്മിറ്റ് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്.